ഹലോ ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ പെറ്റൂണി ചെടി മഴ ആയതുകൊണ്ട് എനിക്കൊന്നും ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിൻ്റെ തണ്ടുകളെല്ലാം ഇപ്പം ഉണങ്ങി നിൽക്കുവാണ്, ഇലയെല്ലാം അഴുകി പോയിട്ട്. അപ്പോൾ ഇതെല്ലാം ഒന്ന് വെട്ടിക്കളഞ്ഞ് ചെടിയൊന്ന് ക്ലിയർ ആക്കണം. ഇപ്പം മഴ ആയതുകൊണ്ട് തന്നെ പൂവൊക്കെ ഇപ്പോൾ വളരെ കുറവാണ്. ഇപ്പം മഴ സീസൺ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇപ്പോൾ ഇതിൽ നിറയെ വിത്തുകൾ വന്നിട്ടുണ്ട്. ഈ വിത്തുകളെല്ലാം പറിച്ച് വെച്ചിട്ട് ഇനി മുളയ്ക്കുമെന്ന് നോക്കണം. ഞാനിതുവരെ മുളപ്പിച്ച് നോക്കിയിട്ടില്ല ഇതിൻ്റെ വിത്തുകൾ. ഇതാണ് ഇതിൻ്റെ വിത്ത്. ഇതിപ്പോൾ നല്ല പാകമായി നിൽക്കുന്ന വിത്താണ്. ഇതെല്ലാം മഴയത്ത് വെള്ളം വീണിട്ട് അഴുകി നിന്നിട്ട് തണ്ട് ഉണങ്ങിപ്പോയ തണ്ടുകളാണ്. ഇതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ട് പിന്നെ ഇതിൽ തന്നെ ഈ ഉണങ്ങിയ കമ്പിൽ തന്നെ വിത്തുകൾ ഒരുപാട് നിൽപ്പുണ്ട്. അതെല്ലാം പറിച്ചെടുക്കണം. എന്നിട്ട് വേണം ഈ തണ്ടുകൾ കട്ട് ചെയ്ത് കളയാനായിട്ട്. അതുപോലെ തന്നെ ഇതിൽ നിന്ന് പുതിയൊരു ചട്ടിയിലോട്ട് ഇതിൻ്റെ തണ്ടുകൾ കട്ട് ചെയ്ത് വേറൊരു പോട്ടിലോട്ട് മാറ്റുകയും കൂടെ വേണം. ഇപ്പം ഇതിൽ പൂക്കളൊക്കെ വളരെ കുറവാണ്. ഇത് അടുക്ക് പെറ്റോണിയാണ്. ഇത് കൂടുതലും ഉണക്ക് സമയം, വേനൽ സമയത്താണ് കൂടുതൽ പൂവുണ്ടാവുന്നത്. ഇതുപോലെയാണ് അതിൻ്റെ വിത്ത് വരുന്നത്. ഇതൊരു വിധം പാകമായിട്ടുള്ള വിത്താണ്. ഇതിലൊക്കെ തന്നെ ഒരുപാട് വിത്തുകൾ നിൽപ്പുണ്ട്. ഈ വിത്തുകളെല്ലാം പറിച്ചെടുത്ത് ഞാൻ പാകിയതിന് ശേഷം ഒരു വീഡിയോ ചെയ്യാം. കിളിക്കുമോ എന്നറിയത്തില്ല. തണ്ടുകളെല്ലാം ഞാൻ കട്ട് ചെയ്ത് മാറ്റുവാണ്. ഇതിപ്പോൾ ഒരുവിധം തണ്ടുകളെല്ലാം ഞാൻ ഉണങ്ങിയ തണ്ടുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇത് ഈ കാണുന്നതാണ് ഇതിൻ്റെ വിത്ത്. ഇത് ചീര വിത്തിനേക്കാൾ വളരെ ചെറിയ വിത്താണ്. നാടൻ പെറ്റൂണിയാണ് എൻ്റെ കയ്യിൽ കൂടുതലായിട്ടുള്ളത്. ഇനി ഇതിന് തണ്ട് കട്ട് ചെയ്ത് വേറെ മാറ്റി നടണം. ആദ്യം ഈ ഉണങ്ങിയ കമ്പുകളെല്ലാം കട്ട് ചെയ്ത് മാറ്റി ചെടിച്ചട്ടി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷം അതിൽ നിന്ന് നല്ല തണ്ടുകൾ നോക്കി വേണം മാറ്റി കട്ട് ചെയ്ത് വേറെ പോട്ടിലോട്ട് നട്ടു കൊടുക്കാൻ. ഇപ്പം എല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇതിൽ നിന്ന്
ഇതെല്ലാം വീണ്ടും റിപ്പോർട്ട് ചെയ്യാനുള്ള സമയമായി. എന്നാലും എനിക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഞാൻ വേറെ ഇങ്ങനെ മാറ്റി നടാറുണ്ട് തണ്ടൊടിച്ച്. ഇനി നമുക്കിതിൽ നിന്ന് തണ്ട് കട്ട് ചെയ്തിട്ട് വേറൊരു പോട്ടിലോട്ട് മാറ്റി നടാം. ഞാൻ മുട്ട് വരാത്ത ഭാഗം നോക്കിയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അതാകുമ്പോൾ നല്ല വളർച്ച കിട്ടും ചെടിക്ക്. കുറച്ച് തണ്ടുകൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച പോട്ടി മിക്സിലോട്ട് നട്ടു കൊടുക്കാം. ഇതിന് മുമ്പ് ഞാൻ പെറ്റൂണിയ ചെടി നടുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ അത് കയറി കണ്ടാൽ മതി. ഈ പോട്ട് മിക്സിൽ ചേർത്തിരിക്കുന്നത് ചാണകപ്പൊടി മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇത് നട്ടു കൊടുത്തതിന് ശേഷം തണലത്തേക്ക് മാറ്റി വയ്ക്കണം. ഇനി ഇതൊരു 2 ആഴ്ചത്തേക്ക് ഒരു തണലത്തേക്ക് മാറ്റി വയ്ക്കാം, കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ട്. ഇതിന് മുമ്പ് നട്ട് വച്ചിട്ടുള്ള ചെടിയാണ്. ഇതെൻ്റെ വിത്ത് വീണ് കിളിച്ചതാണെന്ന് തോന്നുന്നു. ഒരു തൈ ഇതിൽ നിൽക്കുന്നുണ്ട്. ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ ബൈ, സീ യു.